നമ്മുടെ പഴയ സക്കീർ ഭായി ഒന്നുകൂടി കൊച്ചി വഴി വരേണ്ടി വരും ഇത്തവണ വീണയെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ അടുത്ത തവണ അതേ കറുത്ത കാറിൽ ഇടിക്ക് മുന്നിലേക്ക് വന്ന് പോലീസ് വണ്ടിയിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. ഇനി ഒരൽപ്പം പിന്നോക്കം പോവാം. ആ ചിരി, ശബരിമല അയ്യപ്പ ഭക്തരാരും തന്നെ അത് മറന്നു കാണില്ല അല്ലേ? ശബരിമലയിൽ ഒരു ദിവസം വനിതകൾ കയറിയാൽ മാത്രമേ പ്രതിഷേധമുള്ളോ? അടുത്ത ദിവസം കയറിയാൽ പ്രതിഷേധമില്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഹിന്ദുക്കളെ പരിഹസിച്ചത് മുഖ്യമന്ത്രി പിണറായി ഒരു ചിരി ചിരിച്ചത് ആരാണ് മറക്കുക? ഒരു സാധാരണക്കാര നിലയിൽ ആ ചോദ്യം ഇപ്പോൾ തിരികെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇ.ഡി. താങ്കളുടെ മകളെ ഒരു ദിവസം ചോദ്യം ചെയ്താൽ മാത്രമേ പ്രതിഷേധമുള്ളോ? രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിഷേധമില്ലേ? എന്തേ മിണ്ടാത്തെ? പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചല്ലോ താങ്കളുടെ ആ വിഷമത്തെപ്പറ്റി. വീണയെ ഇ.ഡി. വിളിച്ചു വരുത്തിയത് പിണറായി വിജയനിലേക്ക് എത്താൻ വേണ്ടിയാണെന്നും CPM-നെ തകർക്കാൻ വേണ്ടിയുള്ള ഇ.ഡിയുടെ ശ്രമമാണെന്നും താങ്കൾക്ക് എങ്ങനെയുണ്ടോ? പിണറായി മകളും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ പിന്തുണയ്ക്കേണ്ട പലരും നീണ്ട ഒഴിച്ചുകൂടാനാകാത്ത യാത്രകളിലാണ്. ഒരു മഹാനടനാകട്ടെ UK-ൽ അവാർഡ് ഷോ നടത്തി പണം വാരുകയാണ്. പിണറായിയുടെ യാത്രകളിലെല്ലാം കൂടെ കാണുന്ന ആ വമ്പൻ വ്യവസായിയാണെങ്കിൽ തൻ്റെ കടകളൊക്കെ ഇട്ടെറിഞ്ഞ് നാട് വിട്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ആ കറുത്ത കാറിൽ ഇ.ഡി. ഓഫീസിന് മുന്നിലെത്തിയ വീണയ്ക്കൊപ്പം ഭർത്താവ് മുഹമ്മദ് റിയാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെ കാണൂ. കരിമണൽ മാസപ്പടി കേസിൽ വീണേച്ചിയുടെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വീണേച്ചിക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കാനായില്ല. കാരണം അബുദാബിയിലെ അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്ത് ബാങ്കുകൾ ഡേറ്റ മുഴുവൻ പർജ് ചെയ്തത്രേ. അതുകൊണ്ട് തന്നെ അത് വീണയ്ക്ക് കുരുക്കേകുന്ന അതേ വഴിയാണ്. കാരണമുണ്ട്. വീണ ഒരു ഇന്ത്യൻ പൗരയാണ്. ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ റിസർവ് ബാങ്ക് കർശന വ്യവസ്ഥകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഫെമ ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് LRS വഴി പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി റെസിഡൻറ്റ് ഇന്ത്യന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ആ അക്കൗണ്ട് വഴി ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യാവുന്നത്. 2.5 ലക്ഷം പഠനം, യാത്രാ ചിലവ്, ചികിത്സ, ഇൻഷുറൻസ്, നിക്ഷേപം ഇതെല്ലാം നടത്താനാണ്. പക്ഷേ ഫെമ കേസുകളിലൊക്കെ സുപ്രീം കോടതി വിധി ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ്. ഇനി നിർണായകമായ കാര്യം, അങ്ങനെ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിൽ യാതൊരു കാരണവശാലും വിദേശത്ത് നിന്നോ ഇന്ത്യയിൽ നിന്നോ പണം സ്വീകരിക്കാനാകില്ല. അതായത് വീണ ആ അക്കൗണ്ടുകളിൽ മാസപ്പടിയോ ആഴ്ചപ്പടിയോ ദിവസപ്പടിയോ എന്ത് പടി വാങ്ങിയാലും അത് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്സ് ആക്ടിൻ്റെ കീഴിൽ വരും. അങ്ങനെയുണ്ടെങ്കിൽ TDS പിടിച്ച് പണം അടയ്ക്കണം. അത് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അറിയിക്കണം. എങ്കിലും ഫെമ കേസ് മാറ്റില്ല. അത് കോർപ്പറേറ്റുകൾക്ക് പോലും പേടി സ്വപ്നമായ നിയമമാണ് ഈ ഫെമ. ആ കേസുകൾ PMLA മാത്രമല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പണം സ്വീകരിക്കുന്ന നിയമം കൂടി അതുവഴി ചുമത്താം. വീണയോട് സഹതാപം തോന്നുന്നു. അപ്പം പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നല്ലാതെ ആ കൊച്ചിന് അത്ര വലിയ സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഒന്നുമില്ല. അത് ശരിയാണ്. പിന്നെ ഇതാണ് പറയുന്നത്, മുജ്ജന്മ സുഹൃതം പോലെ മുജ്ജന്മ പാപങ്ങളും അനുഭവിച്ച് തന്നെ തീരണം. ഈ കേസിൽ കൃത്യമായ അന്വേഷണം ഇങ്ങനെ പോയാൽ വീണയെ കാക്കാൻ, വീണയെ താങ്ങാൻ ആരും ഉണ്ടാകില്ല. ഒരുപക്ഷേ മുഹമ്മദ് റിയാസ് പോലും കൈവിട്ട് കളയും. കാരണം സമയം അത്ര നല്ലതല്ല. നമ്മുടെ സമയം നല്ലതല്ലാതാകുമ്പോൾ നമ്മോടൊപ്പം തുണയ്ക്ക് നിൽക്കും എന്ന് കരുതുന്ന ആരും കൂടെ കാണില്ല. അവരൊക്കെ ജ്യോതിഷവശാൽ കൈവിട്ടു പോകുന്ന എല്ലാ അവസ്ഥയും കാണും. അത് വീണയ്ക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പലർക്കും ശനിദശ പിടിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ശനിദശ പിടിച്ചാലോ ഒരു വ്യാഴവട്ടമെങ്കിലും എടുക്കും ആ ദശയൊന്ന് മാറിക്കിട്ടാൻ. ഇനി എത്ര അമ്പലങ്ങളിൽ പോയാലും എത്ര പള്ളികളിൽ പോയാലും എവിടെയൊക്കെ ചെന്ന് നിസ്കരിച്ചാലും ആ ശനിദശ മാറണമെങ്കിൽ അതിൻ്റേതായൊരു സമയമുണ്ട്. വീണ വിജയന് ഇപ്പോൾ തൊട്ടതും പിടിച്ചതുമൊക്കെ പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ തൻ്റെ മകൾ വീണ വിജയനെ വീട്ടിൽ കയറി ഇ.ഡി. ചോദ്യം ചെയ്തപ്പോൾ അണികളെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ M.V. ഗോവിന്ദൻ AK സെൻറ്ററിൽ നിന്നും അണികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. വേണ്ട വേല എല്ലാം കാണിച്ചു. മുട്ട എറിഞ്ഞു, ചുടലെറിഞ്ഞു, ഹെൽമെറ്റ് വരെ എറിഞ്ഞു. ഒരു കാര്യമുണ്ട്, ഈ പിണറായി വിജയൻ്റെ വീട്ടിനുള്ളിൽ നിന്നും ഇ.ഡിയുടെ വാഹനത്തിൽ പുറത്തു വന്നത് ആ വാഹനത്തിനുള്ളിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ധരിച്ച പ്രവർത്തകരുണ്ട്. അവരാണ് കട്ടയെടുത്തെറിഞ്ഞത്. ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നേതാവ് അകത്തുണ്ടെന്ന് നോക്കില്ല, ഞങ്ങൾ ആ വാഹനം അടിച്ച് പൊളിക്കും. പിന്നീട് പോലീസ് പിടിയിലായ ശേഷമാണ് അറിഞ്ഞത് അതിനകത്ത് ആരുമില്ലായിരുന്നു. ആടുമില്ല, പൂടയുമില്ല. പാവം ഇ.ഡി. ഉദ്യോഗസ്ഥരും പാവം CRPF ജവാന്മാരുമായിരുന്നു. അതാണ് സംഭവിച്ചത്. പക്ഷേ വീണ വിജയൻ്റെ സമയം വളരെ പോക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചോദ്യാവലി, ടൈപ്പ് ചെയ്ത ചോദ്യാവലിയാണ് കയ്യിൽ കൊടുത്തത്. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതിൽ പല കോളത്തിലും ടിക്കിടുമ്പോൾ
നോയിലോ എസിലോ വീണ വിജയൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇഡിയുടെ ക്യാമറകൾ വരെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ചോദ്യം വരുമ്പോൾ വീണ വിറയ്ക്കുന്നുണ്ടെങ്കിൽ വീണയ്ക്ക് ആ ചോദ്യത്തിന് പിന്നിൽ വ്യക്തമായ ഉത്തരം മനസ്സിലുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ അത് പലരിലേക്കുമുള്ളൊരു പാലമായി പോകും. അത് വെറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിൽ നിൽക്കുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. വീണ പതറിയ ചോദ്യങ്ങൾക്കെല്ലാം വീണ ഇനിയും സമാധാനം പറഞ്ഞേ മതിയാകും. അതുപോലെ തന്നെ കർത്താ കുടുംബം, ശശിധരൻ കർത്ത ഒഴികെ ബാക്കി എല്ലാവരും, ഭാര്യയും 2 മക്കൾ കർത്താമാരുമൊക്കെ കൃത്യമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴി കൊടുത്തവരെ വീണ്ടും വിളിച്ച് മൊഴിയെടുപ്പിക്കും. മൊഴി കൊടുത്തവരെ വീണ്ടും വിളിച്ച് സത്യാവസ്ഥ പറയിപ്പിക്കും. അപ്പോൾ കർത്തയുടെ കുടുംബം, കർത്തയുടെ ഭാര്യയും മക്കളും എന്തൊക്കെയാണോ ഇഡിയുടെ മുന്നിൽ പറഞ്ഞത് അതൊക്കെ തത്ത പറയുന്നത് പോലെ വീണയും അതുപോലെ തന്നെ പറയേണ്ടി വരും. അഭിഭാഷകൻ അങ്ങനെയൊക്കെ പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. ഏത് അഭിഭാഷകൻ? CMRLൻ്റെ അഭിഭാഷകൻ. KSIDCയുടെ അഭിഭാഷകൻ ഇനി അതിലൊന്നും ചെയ്യാനല്ല. കാരണം സർക്കാർ മാറി, ഭരണം മാറി. ഇപ്പോൾ KSIDC നമ്മുടെ PK കുഞ്ഞിക്കുട്ടി സാഹിബിൻ്റെയും VD സതീശൻ മുഖ്യമന്ത്രിയുടെയും കയ്യിലാണ്. അപ്പോൾ ഇനി തത്ത പറയുന്നത് പോലെ വീണ പറയുമെങ്കിൽ അവിടെയും പിടി വീഴും. അഭിഭാഷകൻ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇഡിയുടെ ചോദ്യത്തിന് അഭിഭാഷകനെ കൊണ്ട് മുന്നിലിരുത്താൻ പറ്റില്ല. ഇഡി ചോദിക്കുന്നത് അഭിഭാഷകനെ മാറ്റി നിർത്തിയിട്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത തവണ കൂടിപ്പോയാൽ 4-5 ദിവസത്തിനകം വീണ വിജയന് വീണ്ടും വിളി വരും. ഇനി സമൻസ് അയക്കലോ ഒന്നും ഉണ്ടാകില്ല. എന്തായാലും വീണ വിജയൻ കൃത്യമായി ഇഡിയുടെ മുന്നിൽ ഇനിയും പോകേണ്ടി വരും. ഈ കഷ്ടകാലം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണേ എന്നാണ് കൊച്ചി പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന. കാരണം എന്നറിയോ, തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ പുകയിലൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വീണ വിജയൻ കറുത്ത കാറിൽ കൂടെ വരുമ്പോൾ, കറുത്ത കാറിലേറി വരുമ്പോൾ ഇഡിയുടെ പരിസരം മൊത്തം മുട്ടൻ പോലീസ് സന്നാഹമായിരുന്നു. കേന്ദ്രസേന, കേരള സേന, എല്ലാം, റിസർവ് ടീം എല്ലാവരുമുണ്ട്. കാരണം ഇനി എങ്ങാനും തലസ്ഥാനത്തെ പോലെ CPM പ്രവർത്തകർ അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയാലോ? പക്ഷെ ഒരു കുഞ്ഞു പോലും വന്നില്ല. വീണ പാർട്ടി പ്രവർത്തകയല്ല. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു SFI കുഞ്ഞാട് പോലും വന്ന് അവിടെ മുദ്രാവാക്യം വിളിച്ചില്ല. അത് ഇന്നലെയാണ് വീണ വിജയനും മുഹമ്മദ് റിയാസിനും വ്യക്തമായും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും വീണ ഇനി തത്ത പറയുന്നതില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി വസ്തുതകൾ ഇഡിക്ക് മുന്നിൽ പറയേണ്ടി വരും. അതിന് ഒരാഴ്ചയോ 2 ആഴ്ചയൊന്നുമല്ല, ദിവസങ്ങൾക്കകം തന്നെ ഇഡി വീണയെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്.